ഹായ്. സോ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ സ്ട്രാറ്റജി കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടോ? സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് നിങ്ങൾ TPയും ഹിറ്റാണ് കണ്ടിട്ടുണ്ടോ? സോ ആ മിസ്റ്റേക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നായിരിക്കും ഈ വീഡിയോയിൽ പറയുന്നത്. സോ 80% ഓഫ് ട്രേഡേഴ്സ് ഓർ ബിഗിനർ ട്രേഡേഴ്സ് ഇത് കാരണം ആണ് ട്രേഡ് കൂടുതൽ ലൂസ് ചെയ്യുന്നത്. അതെങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നായിരിക്കും ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, സോ ഈ ടോപ്പിക്കിൽ നിങ്ങൾ ആ തംബ്നെയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. So it's about liquidity sweep. So എന്താണ് liquidity sweep? So liquidity sweep is just about getting a bunch of pending orders off of the market to create ideal trading condition for institutions. അതായത് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റിൽ കുറേ ഓർഡേഴ്സ് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഏരിയ ആണ്. അവിടെ ബിഗ് പ്ലെയേഴ്സിന്റെ എൻട്രി, സ്റ്റോപ്പ് ലോസ്, ലിമിറ്റ് ഓർഡേഴ്സ്, ബ്രേക്ക് ഓർഡേഴ്സ് ഒക്കെ ഉണ്ടാകും. അതൊക്കെ കൂടുതലും ഹൈസ്, മാർക്കറ്റിന്റെ ഹൈസ്, ലോസ്, ഈക്വൽ ഹൈസ്, ലോസ് പോലെയുള്ള സോണിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ലിക്വിഡിറ്റി സ്വീപ്സ്. ഇതിൽ ഏറ്റവും സിമ്പിൾ ഫോർമേഷൻ ആണ് ഇപ്പോഴത്തേക്കും നോക്കുന്നത്. ഇതിൽ നിങ്ങൾ പറയൂ എവിടൊക്കെ ഉണ്ടാകും പെൻഡിങ് ഓർഡേഴ്സ്. പോസ്റ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ പൊസിഷനിലാണ് പെൻഡിങ് ഓർഡേഴ്സ് ഉള്ളത്. ബട്ട് കാണുന്ന എല്ലാ ഹൈസ് ആൻഡ് ലോസ് ഓഫ് ദ മാർക്കറ്റ് ഒന്നും സ്വീപ്പ് ചെയ്യില്ല. വൈ? വെയിറ്റ് ടിൽ ദ എൻഡ് ഓഫ് ദ വീഡിയോ ടു നോ അബൌട്ട് ഇറ്റ്. ഇതിൽ നമുക്ക് ആദ്യം ബയാസ് കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം ലിക്വിഡിറ്റി സ്വീപ്പിന് നോക്കേണ്ടത്. ആൻഡ് നിങ്ങൾക്ക് ബയാസ് എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് അറിയില്ലെങ്കിൽ ഐ ഹാവ് അപ്ലോഡഡ് എ വീഡിയോ. ആ വീഡിയോ പ്ലീസ് പോയി വാച്ച് ചെയ്യുക. കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഈ വീഡിയോ കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബെയറിഷ് ബയാസ് എന്ന് കാണുമ്പോൾ നിങ്ങൾ ബുള്ളിഷ് സ്വീപ്പിനാണ് നോക്കുവാണെങ്കിൽ ദാറ്റ്സ് ദ മിസ്റ്റേക്ക് യു ബിൻ മേക്കിംഗ്. അപ്പോൾ കൂടുതൽ സ്വീപ്പ് ആവാൻ സാധ്യതയുണ്ട്. ബട്ട് ബെയറിഷ് ബയാസിൽ ബെയറിഷ് സ്വീപ്പ് നോക്കുവാണെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് കോൺഫ്ലുവൻസ്. ഞാൻ ഒരു ട്രേഡ് ജയിച്ചിട്ടുണ്ട് 1:1.3 റിസ്ക് റിവാർഡ് എടുത്തിട്ട്. സോ ഞാൻ ഇന്ന് എങ്ങനെ ട്രേഡ് എടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, why I took bullish trade. ഇവിടെ കണ്ടോ മാർക്കറ്റ് ഇത്രയും വലിയ റിജക്ഷൻ വന്നായിരുന്നു. ഈവൻ ദോ അങ്ങനെ ആയാലും ഞാൻ എന്തുകൊണ്ടാണ് ബുള്ളിഷ് കോൺഫ്ലുവൻസ് ഞാൻ എടുത്തിരുന്നത്. ഓക്കെ, ബുള്ളിഷ് ട്രേഡ് എന്തിനാണ് എടുത്തേക്കണം എന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ഈ ട്രേഡ് കണ്ടോ, ഈ ട്രേഡിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു വലിയൊരു പിക്ക് ഉണ്ട്, റിജക്ഷൻ. പക്ഷെ നമുക്ക് ആ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉണ്ടായില്ല. ബട്ട് എനിക്ക് ഇവിടെ കണ്ടോ ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നായിരുന്നു. Like which means that the order flow is changed, like possibility in the change ആവുന്നു. Then second indication is that ഇവിടെ ലണ്ടൻ സെഷൻ ലോസ് മാത്രമേ ഉള്ളൂ, ഈ ഒരു ഹൈ ടൈം ഫ്രെയിം ഡ്രോസേ ഉള്ളൂ. ഓക്കെ, ബാക്കി മുകളിൽ നോക്കിയേ 1, 2, 3 ഉണ്ട്, പ്ലസ് ഇതും കൂടി വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് എനിക്ക് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിന് റീടെസ്റ്റ് ചെയ്തായിരുന്നു മാർക്കറ്റ്. ഇപ്പോൾ റീടെസ്റ്റ് ആയി കഴിഞ്ഞാൽ എന്താ, സാധാരണ മുന്നോട്ടല്ലേ പോണേ ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നെ. കാരണം ഈ സാധനം ഓർഡർ ഫ്ലോ ബുള്ളിഷ് ആണ്. സോ ഐ വിൽ ബി ലുക്കിംഗ് ഫോർ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇത് ഇൻവേഴ്സ് ആയില്ല. ദെൻ ഇങ്ങനെ എടുത്തായിരുന്നു. ഓക്കെ, ദെൻ എനിക്ക് നേരെ 5 മിനിറ്റിൽ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഇൻവേഴ്സ് ആയി. ഓക്കെ, ഇവിടെ കണ്ടോ, ലൈക്ക് ഇറ്റ് ട്രൈ ടു ഗോ ഡൗൺ, ഇവിടെയൊക്കെ സ്വീപ്പ് ചെയ്തു. ദാറ്റ്സ് വാട്ട് ലിക്വിഡിറ്റി സ്വീപ്പ് മീൻസ്. ഇതൊക്കെ ഈ റോസ് ഒക്കെ സ്വീപ്പ് ചെയ്തു. ദിസ് ഇസ് ഹൈ ടൈം ഫ്രെയിം. ഈവൻ ദോ ദാറ്റ് ട്രൈ ടു സ്വീപ്പ് ദാറ്റ് 5 മിനിറ്റ് ലോസ്, മനസ്സിലായി, 5 മിനിറ്റ് ലോസ് ഒക്കെ സ്വീപ്പ് ചെയ്തു. ദെൻ മാർക്കറ്റിന് ഇവിടെ ആവശ്യമില്ല, മുന്നോട്ടല്ലേ പോകണ്ട, കാരണം ബയസ് ഇസ് ബുള്ളിഷ്. ഇഫ് യു ഹാവ് ടേക്കൻ ട്രേഡ് ഹിയർ യു മൈറ്റ് ഹാവ് ലോസ്റ്റ് ബിക്കോസ് ബയസ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഈ മാർക്കറ്റ് ഇപ്പോൾ കറന്റ് മേക്കിംഗ് എൻ SMT ഡൈവേർജൻസ്. ഈ ആഴ്ച മാർക്കറ്റ് ഭയങ്കര ട്രിക്കി ആയിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ ഐ ടുക്ക് സ്മോൾ റിസ്ക് റിവാർഡ്, ബട്ട് ഐ വോൺ. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ SMT ഉണ്ടാകുന്നുണ്ട്. സോ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ഇറ്റ്സ് ഗോണ ഗോ ഡൗൺ. ഓക്കെ, ബിക്കോസ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഹൈ ടൈം ഫ്രെയിം ഫെയർ വാല്യൂ ഗ്യാപ്പ് വരുമ്പോൾ തന്നെ യു നീഡ് ടു നോട്ട് ദാറ്റ് ഇൻ ലോ ടൈം ഫ്രെയിം ഇറ്റ്സ് ഗോണ ബി ചോപ്പി മോസ്റ്റ് ഓഫ് ദ കേസ്. ഓക്കെ, ഈ സ്ഥാനത്ത് കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ചോപ്പി ആയിട്ടുണ്ട്. ലൈക്ക് മനസ്സിലായില്ലേ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരിക്കലും ട്രേഡ് എടുക്കരുത്, എൻ്റർ ചെയ്യരുത്, ബിക്കോസ് ഇറ്റ്സ് ഗോണ ബി ചോപ്പി. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ടോ ഈ ഗ്യാപ്പിനെ ഇൻവേഴ്സ് ചെയ്തു കണ്ടോ, ഈ മാർക്കറ്റ് കണ്ടോ ഇവിടെ ഇൻവേഴ്സ് ചെയ്തു. പെർഫെക്റ്റ് ആണ് എപ്പോഴെന്ന് വെച്ചാൽ ഇത് ഇൻവേഴ്സ് ചെയ്തു, ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയാലാണ്. ബിക്കോസ് ട്രെൻഡ് ഇസ് ഗോയിങ് ബെയറിഷ് ട്രെൻഡിനെ ഇൻവേഴ്സ് ചെയ്യുമ്പോഴാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കൺസിഡർ ചെയ്യണത്. ഇവിടെ ബോഡി ക്യാൻസൽ ക്ലോസ്, ഇവിടെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയത്. ബട്ട് ഐ ഡിഡ്ന്റ് വെയിറ്റ് ഫോർ ദാറ്റ്. ഇവിടെ എനിക്ക് 79% എക്സ്റ്റൻഷൻ കൂടി എടുക്കാം. വാട്ട് ഡസ് ദാറ്റ് മീൻസ്? വാട്ട് ദാറ്റ് ഇൻഡിക്കേറ്റ്സ്, ഐ മീൻ
ആ ഒരു കോൺസെപ്റ്റിന്, ഈ ഒരു ടൂളിന് has the same effect of an inverse fair value gap. Okay, so that's why I chose this, and inverse fair value gap actually made it. Okay, so ഇങ്ങ കണ്ടോ, ഞാനിപ്പോൾ ഓരോ കോൺഫ്ലുവൻസ് എടുക്കണ്ടോ, ലൈക്ക് വൈസ് കോൺ ഗോ അപ്പ്, വൈസ് കോൺ ഗോ ഡൗൺ, വൈസ് കോൺ ഗോ അപ്പ്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ എത്താം, ബട്ട് ഇറ്റ്സ് റിസ്കിയാ ബിക്കോസ് ദിസ് ഇസ് ഹൈ ടൈം ഫ്രെയിം, ഐ മീൻ ഹൈ റെസിസ്റ്റൻസ് ലോസ് ഓൺ ലിക്വിഡിറ്റി. ഇപ്പോൾ ഇവിടെ എത്തണമെങ്കിൽ like it might go up, but it's obviously, I mean, has a high chance of sweeping these lows. അവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കണേ, സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഇത്രയൊക്കെ വെച്ചേക്കണമെങ്കിൽ നമുക്ക് ഇതുവരെ ട്രൈ ചെയ്യാം, ബട്ട് റൈറ്റ് now ഇറ്റ്സ് റൈറ്റ് there. ചാൻസ് ഉണ്ട്, ഇപ്പോൾ മാർക്കറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ബട്ട് യാ ദാറ്റ്സ് വൈ ഇറ്റ് വിൻ ഇസ് എ വിൻ. ദെൻ ഞാൻ 1 മിനിറ്റ് നോക്കുമ്പോൾ തന്നെ ഇവിടെ കണ്ടോ, ലൈക്ക് ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടോ, ദിസ് ഇസ് 1 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇവിടെ റെസ്പെക്ട് ചെയ്തു, കണ്ടോ, റെസ്പെക്ട് ചെയ്ത് ദിസ് ഇസ് എ ബിഗ് മൂവ്. എനിക്ക് എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് എൻ്റർ ചെയ്തു. ഓക്കെ, ഈ ഒരു ഇതെനിക്ക് എൻ്റർ ചെയ്തില്ല, ഐ വാസ് ടു സ്കേർഡ്, ഐ മീൻ ബിക്കോസ് ഇവിടെ സ്വീപ്പ് ആയി കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യാം. ആൻഡ് റൈറ്റ് നൗ ദർ ആർ ക്വൈറ്റ് കുറേ ഫേക്ക് ഔട്ട്സ് വരുന്നുണ്ട്. ഓക്കെ, അത് കാരണം ശ്രദ്ധിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ട്രേഡ് എടുത്തില്ല, ഇവിടെ എൻ്റർ ചെയ്തായിരുന്നു, ബിക്കോസ് ദാറ്റ് റിജക്ഷൻ ഈസ് എ കൺഫർമേഷൻ, പ്ലസ് ദിസ് റിജക്ഷൻ ഈസ് ഓൾസോ കൺഫർമേഷൻ, ബട്ട് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ വെച്ചെടുത്തു, എവിടെ വെച്ചെടുത്ത ഫെയർ വാല്യൂ ഗ്യാപ്പ് വെച്ചിട്ട്, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് വെച്ചിട്ടാണ് ഞാൻ ട്രേഡ് എടുത്തത്. സോ വാട്ട് ഐ ഡു ഇസ് ഐ പ്ലേസ് മൈ സ്റ്റോപ്പ് ലോസ് ബിലോ ദിസ്, ബിക്കോസ് ഇത് ഇൻവേഴ്സ് ആയി കഴിഞ്ഞാൽ മൈ സ്ട്രാറ്റജി, മൈ കോൺസെപ്റ്റ് വാസ് റോങ്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ പ്ലേസ് ചെയ്തു, എന്നിട്ട് 1:1 നോക്കി, ഓർ ലോജിക്കലി നോക്കുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ഹൈസ്, ദാറ്റ് ഇസ് ദിസ് വൺ. ഇത് ഹൈ ടൈം ഫ്രെയിം, ഹൈ റെസിസ്റ്റൻസ് ആണ്, ഹൈ റെസിസ്റ്റൻസ് ഡ്രോസ് ആണ്, ബട്ട് ഇറ്റ് ഹാസ് എ ഹൈ ചാൻസ് ബിക്കോസ് നമുക്ക് ഇത് കണ്ടോ, ഇവിടെ വരുമ്പോൾ തന്നെ ഇത് പൊട്ടൻഷ്യൽ ബെയറിഷ് അസംപ്റ്റി ഉണ്ടാകും. ലൈക്ക് ദാറ്റ് ഇസ് ഓൾസോ വൺ കോൺഫിഡൻസ് ദാറ്റ് ഇറ്റ്സ് ഗോണ ഹിറ്റ് ദാറ്റ് ഹൈസ്. അത് കാരണമാണ് അവിടെ TP വെച്ചത്. ഓക്കെ, ഇറ്റ് മൈറ്റ് ഗോ അപ്പ്, ബട്ട് യാ, ഐ മീൻ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും വിശ്വാസമുള്ളത് അതെടുക്കാൻ നോക്കുക. ഇപ്പോൾ ഞാൻ ആക്ച്വലി ലൈക്ക് ലോസിലാണ്. ഓക്കെ, ഐ മീൻ എ ബിഗ് ഡ്രോ ഡൗൺ, സോ അത് കാരണം ഫോർ മൈ സേഫ്റ്റി ഐ ഹാഡ് ഓൺലി ടേക്കൻ റൈറ്റ് ടിൽ ഹിയർ, ബിക്കോസ് എനിക്ക് ഈ ഡ്രോ ഡൗണിൽ നിന്ന് പുറത്തിറങ്ങണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ 1:1 ഓൾമോസ്റ്റ് 1.19, യാ ദാറ്റ്സ് ദ റിസ്റ്റ് റിവാർഡ്, അങ്ങനെയാണ് ഞാൻ എടുത്തിരുന്നത്. സോ നിങ്ങൾ കണ്ടേക്കുന്നത് വൺ ഫോം, ദാറ്റ് ഈസ് കണ്ടിന്യൂവേഷൻ. മാർക്കറ്റ് മൂവ്സ് ഇൻ ദ ഫോം ഓഫ് വേവ്സ്. അത് കാരണം ഇറ്റ് മേക്സ് സ്മോൾ റീട്രേസ്മെന്റ്, വിച്ച് ഹിയർ മോസ്റ്റ് ഓഫ് ദ കേസ് ട്രൈ ടു ടേക്ക് ദ ലോസ് ഓർ ഹൈസ് ഇൻ ലോ ടൈം ഫ്രെയിം ടു കണ്ടിന്യൂ ടു ഗോ അപ്പ്. ഇനി വൺ പോസിബിലിറ്റിയും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് മാനിപ്പുലേഷൻ ആൻഡ് റിവേഴ്സൽ. ദാറ്റ് ഈസ് ദ ഐഡിയൽ വൺ. ഇത് മോസ്റ്റ് ഓഫ് ദ കേസ് മാർക്കറ്റ് ചോപ്പി ആകുമ്പോഴാണ് കാണുന്നത്. ആ ഒരു കേസിൽ ഞാൻ വേറൊരു കോൺഫിഡൻസ് യൂസ് ചെയ്യും, ദാറ്റ് ഈസ് SMT ഡൈവേർജൻസ്. മോർ അബൌട്ട് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ പ്രസ് ബെൽ ഐക്കൺ ഫോർ ഗെറ്റിംഗ് ന്യൂ അപ്ഡേറ്റ്സ്. ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് is the market about to sweep the high time frame lows or highs as well as the London highs or lows and Asian highs and lows. അപ്പോൾ നമ്മൾ കോൺഫ്ലുവൻസസ് യൂസ് ചെയ്യണം. ഓക്കെ, കൺഫർമേഷന് വേണ്ടി, വെദർ ഇസ് ഗോയിങ് ടു കണ്ടിന്യൂ ഓർ റിവേഴ്സ്. If reverse, then we use confluence like inverse fair value gap, breakout structure, SMT extra. സോ അതൊക്കെ പ്രീവിയസ്ലി ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ കാണുക, അതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് വൺ മോർ ടിപ്പ് ഇസ് ദാറ്റ് മാർക്കറ്റ് most of the time tries to sweep the high time frame highs and lows, Asia highs and lows, London highs and lows. So അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ TP സെറ്റ് ചെയ്യുന്നത്. And I enter the trade after the sweep has done. About the Y factor I told you before, that is because of fake outs in the market, which happens a lot. And the real truth is, you cannot avoid loss or win every trade you take. But with the right confluence analysis, you can only reduce the chance of losing. അതിനാണ് സ്റ്റോപ്പ് ലോസ് റിയലി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. As trading is just a game of possibilities and not everything happens 100% according to the strategy. But as a profitable trader, നിങ്ങൾ പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കുക, irrespective of the loss or the win which might happen. In short,
എക്സ്പെക്ട് നത്തിങ് ഫ്രം മാർക്കറ്റ്. ഇനി നിങ്ങൾ ഈ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യണം ട്രേഡിംഗ് വ്യൂ എടുത്തിട്ട്. ആൻഡ് ഇൻ ഫ്യൂച്ചർ വീഡിയോ ഞാൻ എൻ്റെ ഫുൾ സ്ട്രാറ്റജി റിവീൽ ചെയ്യും. സോ ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.